ഞാൻ വായിച്ച പുരാതനമായ ഒരു ധ്യാന പുസ്തകത്തിൽ പരിണാമവാദ സിദ്ധാന്ത ഉപജ്ഞാതാവായി അറിയപ്പെടുന്ന ചാൾസ് ഡാർവിന്റെ അവസാനത്തെ നാളുകളിലെ ഒരു പ്രഭാതത്തെ കുറിച്ച് അദ്ദേഹത്തെ ശുശ്രൂഷിച്ച ഒരു നേഴ്സിന്റെ അനുഭവക്കുറിപ്പിന് വായിക്കാനിടയായി. അവർ അദ്ദേഹത്തിന്റെ ക്ഷീണിച്ച ശരീരം കസാരയിലേക്ക് ചാരിയിരുത്തിയപ്പോൾ തന്റെ ഷെൽഫിലിരിക്കുന്ന ആ ഒരു ഗ്രന്ഥം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് അതെടുത്ത് തന്നെ വായിച്ചു കേൾപ്പിക്കുവാൻ ആവശ്യപ്പെട്ടു. പല പുസ്തകങ്ങളും അവർ എടുക്കുവാൻ ശ്രമിച്ചപ്പോൾ ഡാർവിൻ പറഞ്ഞു, അതൊന്നുമല്ല പുസ്തകം. ദ ബുക്ക് എന്ന് വിളിക്കപ്പെടുവാൻ ഒന്ന് മാത്രമേ ലോകത്തിലുള്ളൂ, അത് ദ ബൈബിൾ ആണ് എന്നായിരുന്നു അദ്ദേഹത്തിന്റെ മറുപടി. അവരതെടുത്തപ്പോൾ 23-ാം സങ്കീർത്തനം വായിക്കുവാൻ ആവശ്യപ്പെട്ടു. അവർ പറഞ്ഞത് അത് വായിക്കും തോറും ഡാർവിൻ ആശ്വാസം അനുഭവിച്ചതോടൊപ്പം വായിച്ചു കേൾപ്പിച്ച തന്റെ ഹൃദയവും യേശു ക്രിസ്തു തന്റെ ഇടയനായി തന്നോടൊപ്പം നിൽക്കുന്നതായി തനിക്ക് അനുഭവപ്പെട്ടു എന്നാണ്. യെസ്, വേദപുസ്തകം എന്ന് പറയുന്നത്, ബൈബിൾ എന്ന് പറയുന്നത് അത് ദൈവം മനുഷ്യനോടൊപ്പം വസിക്കുന്നതിന്റെ മാധുര്യത്തെ വിളംബരം ചെയ്യുന്ന ഗ്രന്ഥമായതുകൊണ്ടാണ് ദ ബുക്ക് എന്ന് നമുക്ക് ധൈര്യത്തോടെ പറയാൻ സാധിക്കുന്നത്.